പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ പല ദൈവമക്കളും വിശ്വാസത്തിൽ മുൻപോട്ട് പോകുവാൻ പ്രയാസമായി തോന്നി. ചിലർ വിശ്വാസം ത്യജിച്ചു കളഞ്ഞു, ചിലർ ആശങ്കയോടെ നിൽക്കുന്നു. എങ്ങനെ മുൻപോട്ട് പോകാൻ കഴിയും? ഈ വിശ്വാസം പിടിച്ചുകൊണ്ട് മുമ്പോട്ട് കഴിയത്തില്ല എന്നുള്ളതായ ആ സംശയത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ ലേഖനത്തിലൂടെ അവരെ ഉത്ബോധിപ്പിക്കുകയാണ്. ഒരു നീണ്ട പട്ടിക പറയുകയാണ്. അബ്രഹാമിനെയും നോഹയെയും അങ്ങനെ ദാവീദിനെയും ഒക്കെ പറയുകയാണ്. നമ്മുടെ പിതാക്കന്മാർ വിശ്വാസത്തിന് വേണ്ടി നിന്നവരാണ്. നമ്മുടെ പിതാക്കന്മാർ ഇതുപോലെയുള്ള ത്യാഗങ്ങളിലൂടെ കടന്നുപോയവരാണ്. നമ്മുടെ പിതാക്കന്മാർ കഷ്ടം അനുഭവിച്ചവരാണ്. അതുകൊണ്ട് നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ച ഒരു കർത്താവ് നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണിക്കൊണ്ട് പിതാക്കന്മാരുടെ മാതൃകകൾ നമ്മൾ പിന്തുടരണം. എന്നിട്ട് 12-ാം അധ്യായത്തിൽ പറയാണ്, ആകയാൽ സാക്ഷികളുടെ ഇത്ര ഒരു വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന ഭാവം വിട്ട് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമ്മുടെ മുമ്പിലുണ്ട്. സാക്ഷ്യം പറയുന്ന അനേക വ്യക്തികൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇന്ന് പകൽ പ്രിയമുള്ളവരെ, നമ്മളെ നടത്തുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. മാത്രമല്ല, നമ്മുടെ പിതാക്കന്മാരെ, കടന്നുപോയ വിശുദ്ധന്മാരെ നമ്മൾ പഠിക്കുക. അവരെല്ലാം ഈ വിശ്വാസത്തിന് വേണ്ടി മുൻപോട്ട് പോയെങ്കിൽ, അവരെല്ലാം ഈ വിശ്വാസത്തിന് വേണ്ടി നിന്നുകൊടുത്തെങ്കിൽ, അവർ രക്തസാക്ഷികളായി മരിച്ചുവെങ്കിൽ, അവര് പ്രാണത്യാഗം കഴിച്ചുവെങ്കിൽ, നമുക്ക് വേണ്ടി ഇന്നും വിശ്വാസത്തിൽ നമ്മളെ നിലനിർത്തുന്ന കർത്താവ് ഉന്നതനായി നമ്മുടെ മധ്യത്തിലുണ്ട്. ആ കർത്താവിനെ നോക്കിയാണ് നമ്മുടെ യാത്ര. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ വായിച്ച വാക്യം, മോശതാൻ വിശ്വാസത്തിൽ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തേക്കാൾ ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. എന്താ വിശ്വാസം എന്ന് പറഞ്ഞത്? ഈ 11-ാം അധ്യായത്തിൽ വിശ്വാസത്തെ കുറിച്ചൊരു നിർവചനം പറയുന്നുണ്ട്. എന്താ? വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. നല്ലൊരു വ്യാഖ്യാനമാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു പുസ്തകം വായിച്ചു, എനിക്ക് പുതിയൊരു വ്യാഖ്യാനം കിട്ടി. അതിങ്ങനെയാണ്: ദൃശ്യമല്ലാത്തതിന് ദൈവത്തിലൂടെ കാണുന്നതാണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ, നമ്മുടെ മുമ്പിൽ നാളെ കുറിച്ച് ഒരു കാര്യവും നമുക്ക് ദൃശ്യമല്ല, അടുത്ത നിമിഷത്തെ കുറിച്ച് നമുക്ക് വിഷയമല്ല, നമുക്ക് ദൃശ്യമല്ല. നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ നാളെ എന്താകുമെന്നുള്ളത് ഇന്ന് ദൃശ്യമല്ല. പക്ഷേ ഏത് വിഷയത്തെയും ദൈവത്തിലൂടെ കാണുവാൻ കഴിയുന്നതാണ് വിശ്വാസം. മോശ ചെങ്കടലിന്റെ കരയിലെത്തിയത് വിഷയം നമുക്കറിയാം. പുറകിൽ നിന്ന് ഫറവോനും സൈന്യവും വരുന്നുണ്ട്. മുമ്പിൽ ചെങ്കടലാണ്, ഇരുവശത്തും പർവ്വതങ്ങളാണ്. മുൻപോട്ട് പോകുവാൻ നിവൃത്തിയില്ല. ജനം കരയുവാൻ തുടങ്ങി, മോശയ്ക്ക് വിരോധമായി സംസാരിക്കാൻ തുടങ്ങി. മോശ ദൈവത്തോട് നിലവിളിച്ചു. മോശയോട് ദൈവം പറയുന്നൊരു വാക്കുണ്ട്: ഈ ജനത്തോട് മുൻപോട്ട് പോകുവാൻ പറയുക. വിശ്വാസം ദൈവത്തിലൂടെ, ദൈവം പറഞ്ഞ വാക്കിലൂടെ, ദൈവത്തിന്റെ ശബ്ദത്തിലൂടെ, ദൈവത്തിൻ്റെതായിരിക്കുന്ന വാഗ്ദത്തത്തിലൂടെ ദൈവത്തെ ദർശിക്കുന്നതാണ് വിശ്വാസം. നമ്മുടെ വിശ്വാസം അങ്ങനെയുള്ളതായിട്ട്. നാളെയെ കുറിച്ച് എനിക്ക് അറിയത്തില്ല, നാളെ കുറിച്ച് നമുക്ക് ആർക്കും അറിയത്തില്ല. പക്ഷേ നമ്മൾ ഇവിടം വരെ എത്തി. ഇവിടം വരെ എത്തിച്ചവൻ നാളെ നമ്മളെ നടത്തുവാൻ വിശ്വസ്തനാകയാൽ, ആ ദൈവം ഉന്നതനാകയാൽ, അവൻ വിശ്വസ്തനാകയാൽ, ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. മോശതാൻ വളർന്നപ്പോൾ, വിശ്വാസത്തിൽ വളർന്നപ്പോൾ, പാപത്തിന്റെ തൽക്കാല ഭോഗത്തേക്കാൾ ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് ജനങ്ങൾക്ക്. ഇവിടെ എഴുതിയിരിക്കുന്ന പദം നമ്മളൊന്ന് ശ്രദ്ധിച്ചേ. മോശതാൻ വിശ്വാസത്തിൽ വളർന്നു. ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്: മോശയ്ക്ക് എവിടെ നിന്ന് കിട്ടി ഈ വിശ്വാസം? മോശയുടെ ചരിത്രം നമുക്കറിയാം. മോശ ജനിക്കുന്നത് മിസ്രയീമിലാണ്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന നിയമം അനുസരിച്ച് മോശ എന്ത് ചെയ്യേണ്ടതാണ്? ജനിക്കുമ്പോഴേ കൊല്ലപ്പെടേണ്ടവരാണ്.
കാരണം ഫറവോൻ യഹൂദ അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളുടെ ഭവനത്തിൽ ആൺകുഞ്ഞുങ്ങൾ ജനിച്ചാൽ ഒന്നിൽ അന്നേരെ കൊന്നു കളയണം, അല്ലെങ്കിൽ നൈൽ നദി എറിഞ്ഞു കളയണം. അങ്ങനെയുള്ള ഒരു നിയമം നിലനിൽക്കുന്ന ആ സ്ഥലത്താണ് മോശയുടേതായ ജനനം. അവിടുത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് നല്ലോണം അറിയാം. 3 മാസം ആ മോശ ജനിച്ചപ്പോഴേ ദിവ്യസുന്ദരൻ എന്ന് കണ്ടു. ആൺകുട്ടിയാണ്, അവർക്ക് കൊന്നുകളയാൻ മാർഗമില്ല, അതിനെ പറ്റുന്നില്ല. ഫറവോൻ അറിഞ്ഞാൽ അതിൻ്റെതായ പ്രയാസങ്ങളെ കുടുംബം മുഴുവൻ അനുഭവിക്കണം. ഒരു 3 മാസം വരെ എന്ത് ചെയ്തു? കുഞ്ഞിനെ ഒളിപ്പിച്ചു വെച്ചു. അതിനുശേഷം നൈൽ നദിയിൽ ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ച് ചെന്ന സംഭവങ്ങളൊക്കെ നമുക്ക് നല്ലോണം അറിയാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫറവോന്റെ പുത്രി അവിടെ വിളിക്കുവാൻ വരികയും, അങ്ങനെ ചുരുക്കി പറയുകയാണ്. അങ്ങനെ മോശ എവിടെ എത്തി? 3 മാസം കഴിഞ്ഞ മോശ എവിടെ എത്തി? ഫറവോന്റെ കൊട്ടാരത്തിലെത്തി. പിന്നെ മുല കൊടുക്കുന്നതിന് വേണ്ടി വീണ്ടും മോശ എവിടെ എത്തി? വീട്ടിലെത്തി. അമ്മ അതിന്റെ മുല കൊടുക്കാനുള്ളതായ ഒത്തിരി ആ ദൈവത്തിന്റെ പദ്ധതിയെ കുറിച്ച് അവിടെ പറയാണ്. എന്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ കൊണ്ട് വിടുക. കുറച്ചു കാലം മോശ വളരെ ഒരു ചെറിയ പ്രായമാകുന്നത്, എത്ര നാളെന്ന് എനിക്കറിയത്തില്ല, എങ്കിലും മുലകുടി മാറുന്നിടം വരെ ഇവിടെ വളർന്നത് മോശയുടെ വീട്ടിലാണ് വളർന്നത്. അതിനുശേഷം ഇവിടെ പോയി ഫറവോന്റെ കൊട്ടാരത്തിൽ പോയി. അവിടെ 40 വർഷം അവിടെ ഫറവോന്റെ കൊട്ടാരത്തിൽ വളർന്ന് വിദ്യാഭ്യാസമൊക്കെ ചെയ്ത് അത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങോട്ട് പോയത്. കൊട്ടാരം വിട്ട് ഓടിപ്പോയി യിത്രോവിന്റെ ആടുകളെ മേയിച്ചുകൊണ്ട് മരുഭൂമിയിലൂടെ പോയി. ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഇവിടെ പറയുന്നത് മോശ താൻ വിശ്വാസത്താൽ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാൾ ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്ത് മോശയ്ക്ക് എവിടുന്ന് കിട്ടി ഈ വിശ്വാസം? 2-3 ഉത്തരം ഞാൻ എന്റെ മനസ്സിൽ വന്നു. മോശ കൊല്ലപ്പെടുവാൻ വിധിക്കപ്പെട്ടവനാണെന്ന് ആർക്കറിയാം? അമ്മയ്ക്കറിയാം, ആ കുടുംബത്തിനറിയാം. എന്റെ ഒന്നാമത്തെ ഉത്തരം എന്നോട് യോജിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഈ കുഞ്ഞിനെ മുലയൂട്ടുന്ന സന്ദർഭത്തിൽ തിരിച്ച് വീട്ടിൽ വന്നു. മുലയൂട്ടുന്നതായ സന്ദർഭത്തിൽ ഈ അമ്മയുടെ കണ്ണുനീർ വിറ്റിട്ട് ഈ കുഞ്ഞിന്റെ മേൽ വീഴുകയാണ്. കർത്താവേ, ദൈവമേ, ഞാൻ നൊന്ത് പ്രസവിച്ചതായിരിക്കുന്ന മകനെ ഞങ്ങൾക്ക് നൽകണമേ എന്നോ നാളെ ഞങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ളതാണ്. ആ മാതാവിന്റെ ദുഃഖം എത്ര വലുതാണെന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഞാൻ വിചാരിക്കുന്നു, ഓരോ പ്രാവശ്യവും മുലയൂട്ടുവാൻ കയ്യിലെടുക്കുമ്പോൾ ആ മാതാവ് കരഞ്ഞുകൊണ്ടാണ് മുലയൂട്ടുന്നത്. തനിക്ക് എത്ര നാള് അങ്ങനെ മുലയൂട്ടിയെന്ന് എനിക്കറിയത്തില്ല, എങ്കിലും അറിയാവുന്ന ചിലതൊക്കെ കാര്യങ്ങൾ ഒരുപക്ഷെ മോശയോട് അവർ ദൈവത്തെക്കുറിച്ച്, അവരെ നടത്തുന്ന ദൈവത്തെക്കുറിച്ച്, യഹോവയായിരിക്കുന്ന ദൈവത്തെക്കുറിച്ച്, വലിയവനായ ദൈവത്തെക്കുറിച്ച് അല്പമെങ്കിലും മോശയോട് ആ മാതാവ് പറഞ്ഞിട്ടുണ്ടാകാം. അത് ഒരുപക്ഷെ അവന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കപ്പെട്ടിട്ടുണ്ടാകാം. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് നമ്മൾ ഒത്തിരി ഭാരമുള്ളവരാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മകളെന്നോട് പറഞ്ഞു, 10ാം ക്ലാസ് പഠിക്കുന്ന ആളാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ ക്ലാസ്സിൽ നടക്കുന്ന ചില സംഭവങ്ങൾ നമ്മുടെ ചിന്തയിൽ പോലും വരാത്തതായിരിക്കുന്ന നിലയിൽ, അത്രമാത്രം അധപ്പതിച്ചതായിരിക്കുന്ന നിലയിലേക്ക് ഈ സമൂഹം മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ നടുവിലാണ് നമ്മുടെ കുഞ്ഞുങ്ങളും ആ ക്ലാസ്സിൽ പഠിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി നാം കണ്ണുനീരൊഴുക്കിയാൽ, പ്രാർത്ഥിച്ചാൽ പിൽക്കാലത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടാതെ ഇരിക്കയില്ല. മോശ വിശ്വാസത്തിൽ വളരുവാൻ കാരണം അമ്മയുടെ ഉപദേശമോ അമ്മയുടേതായ കണ്ണുനീരോ ദൈവസന്നിധിയിൽ ഒഴുക്കിയതായ ആ കണ്ണുനീരോ ആയിരിക്കാം അവനെ വിശ്വാസത്തിൽ വളർത്തുവാൻ പ്രചോദനമായി തീർന്നു. Praise the Lord. Praise the Lord. ഈ നാളിൽ നമുക്ക് വലിയൊരു ആത്മഭാരമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ മാത്രമല്ല, നമ്മുടെ സഭയിലുള്ളതായ കുഞ്ഞുങ്ങൾ, നമ്മുടെ പ്രസ്ഥാനത്തിലുള്ളതായ കുഞ്ഞുങ്ങൾ, അവർ ദൈവസന്നിധിയിൽ വളരണം. നാം വളരണം പ്രിയമുള്ളവരെ. ദൈവ കൃപയിൽ നാം വളർന്നേ മതിയാകുകയുള്ളൂ. മോശ വളർന്നു.
ഒരുപക്ഷേ ഞാൻ പനിയുടെ ഒരു ബുദ്ധിമുട്ടുണ്ട്, ഒരു ഗുളിക കഴിച്ചിട്ടുണ്ടായിരിക്കും. ഒരുപക്ഷേ മോശ രാജകൊട്ടാരത്തിൽ ഓടിപ്പോയി യിത്രോവിന്റെ ആടുകളെ മേയ്ക്കാൻ യിത്രോവിന്റെ വീട്ടിലാണ് എത്തിയത്. യിത്രോ ഒരു പുരോഹിതനായിരുന്നു. ഒരു പക്ഷേ അവിടെ നിന്നും എന്തൊക്കെയോ ചിലപ്പോൾ ദൈവത്തെ കുറിച്ച് താൻ അറിഞ്ഞിട്ടില്ല. പക്ഷെ അവിടെ നമ്മൾ വായിക്കുന്നത് വിശ്വാസം താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാൾ ദൈവജനത്തോടുകൂടെ ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത് നിരസിച്ചു. അപ്പോൾ തീർച്ചയായും വീട്ടിൽ നിന്ന് ലഭിച്ചതായിരിക്കുന്ന ആ വിശ്വാസമാണ്. ആ വിശ്വാസത്തിൽ മോശ വളരുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. നമ്മുടെ ചിന്ത എന്ന് പറയുന്നത്, വിശ്വാസത്തിൽ ഒരു വ്യക്തി വളരുമ്പോൾ ആ വ്യക്തിയിൽ ഉണ്ടാകുന്ന 4 വ്യത്യസ്തമായ മാറ്റങ്ങളെ കുറിച്ച് പറഞ്ഞാൽ അവസാനിപ്പിക്കാനായിട്ടാണ്. മോശ വിശ്വാസത്തിൽ വളർന്നു. ആ പദങ്ങളൊക്കെ വളരെ അർത്ഥവത്തായ പദങ്ങളാണ്. മോശ താൻ വിശ്വാസത്തിൽ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാൾ ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്ത അടുത്ത ഭാഗം പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രയീമിലെ സകല നിക്ഷേപത്തെക്കാൾ ദൈവജനത്തിന്റെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. വിശ്വാസത്താൽ നാം വളരുമ്പോൾ ഒന്നാമതായി സംഭവിക്കുന്നതായ കാര്യം, നമ്മുടെ തിരഞ്ഞെടുപ്പിൻ്റെതായ പാറ്റേൺ മാറും. സ്തോത്രം. നമ്മുടെ തിരഞ്ഞെടുപ്പിന്റെ രീതികൾ മാറും. നമുക്ക് ലോകത്തിൽ പല കാര്യങ്ങൾ തിരഞ്ഞെടുക്കുവാനുള്ളതായ അനുവാദം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ളതായ ശക്തി നമുക്കുണ്ട്. എന്ത് വേണമെങ്കിലും ലോകത്തിൽ നമുക്ക് തിരഞ്ഞെടുക്കാം. ദൈവത്തെ തിരഞ്ഞെടുക്കാം, പിശാചിനെ തിരഞ്ഞെടുക്കാം, ഈ ലോകത്തിൽ ഇന്ന് കാണുന്ന പലതിനെയും നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയും. പക്ഷേ നാം ആയിരിക്കുന്നത് എങ്ങനെയാണെന്നും നാം ആരായിരിക്കുന്നു എന്നും നമുക്ക് നല്ല ബോധ്യമുണ്ടെങ്കിൽ, ആ വിശ്വാസത്തിൽ നാം വളർച്ച പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് മാറും. സ്തോത്രം. ആ തെരഞ്ഞെടുപ്പിൻ്റെതായ രീതികൾ മാറും. സ്തോത്രം. ഫറവോന്റെ അവിടെ പറയാണ്, ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത്, നമ്മളെ ചുമ്മാതാ വാക്ക് പറഞ്ഞു വിടരുത്. ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടാൻ നിരസിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ അടുത്ത ഫറവോൻ എന്നുള്ളതായിരിക്കുന്ന പദവി ദാനം ചെയ്തു, നിരസിച്ചു. ആ കാലഘട്ടത്തിലെ ലോകത്തിലെ ഏറ്റവും സമർത്ഥമായ രാജ്യമായിരുന്നു മിസ്രയീം. അതുകൊണ്ടാണ് മറ്റു രാജ്യങ്ങളിൽ ക്ഷാമം ഉണ്ടായപ്പോഴും മിസ്രയീമിൽ ക്ഷാമം ഉണ്ടായില്ല. അവിടുത്തെ പിരമിഡുകളും സ്വർണ്ണ നിക്ഷേപങ്ങളും അവിടുത്തെ കൊട്ടാരങ്ങളും അവിടുത്തെ സംവിധാനങ്ങളും വളരെ ഉന്നതമായ നിലയിലുള്ളപ്പോൾ കർത്താവ് വിശ്വാസത്തിൽ വളർന്ന മോശ ആ വിശ്വാസത്തിന് വേണ്ടി എന്താ ഉപേക്ഷിച്ചത്? ഒരു വലിയ പദവി ലോകപ്രകാരം ലഭിക്കാനുള്ള ഏറ്റവും മഹത്വകരമായ പദവി താൻ ഉപേക്ഷിച്ചിട്ട് തെരഞ്ഞെടുത്തതോ ദൈവജനത്തോടുകൂടെ അത്ര മഹത്വമാണോ നമ്മുടെ വിശ്വാസം? ഞാൻ നമ്മൾ കുഞ്ഞുങ്ങളോട് ചോദിക്കുക, അത്ര മഹത്വമാണോ നമ്മുടെ വിശ്വാസം? നമ്മുടെ മുമ്പിൽ ചിലതൊക്കെ തിരഞ്ഞെടുക്കാനായിട്ട് വരുമ്പോൾ ഏതിനാ നമ്മൾ മുഖ്യ സ്ഥാനം കൊടുക്കുന്നത്? ഏതിനാ കൊടുക്കുന്നത്? ഞാൻ കുഞ്ഞുങ്ങളോട് അല്ലെ നമ്മുടെ സഹോദരിമാരോട് ചോദിക്കുകയാണ്, ഏതിനാണ് നമ്മൾ മുഖ്യ സ്ഥാനം കൊടുക്കുന്നത്? ഈ കാലഘട്ടത്തിൽ കേൾക്കുന്ന പലതും നമ്മളെ ഭാരപ്പെടുത്തുന്നതാണ്. സ്തോത്രം. പ്രിയമുള്ളവരെ, ഒരു ഭാഗത്ത് ലോകത്തിലെ സകല മഹത്വം നിറഞ്ഞ ആ കൊട്ടാരവും അതിന്റെ പദവികൾ നിൽക്കുമ്പോൾ മോശ തിരഞ്ഞെടുത്തു ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കാൻ തിരഞ്ഞെടുത്തു. അതിനേക്കാൾ ഉന്നതമാണെന്നുള്ള ആ ദർശനം, നമ്മുടെ ദർശനം മാറണം, നമ്മുടെ കാഴ്ചപ്പാട് മാറണം, നമ്മുടേതായ തിരഞ്ഞെടുപ്പ് മാറിയേ മതിയാകുകയുള്ളൂ. നമ്മുടെ തലമുറകൾ രക്ഷപ്പെടണമോ, നമ്മുടെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടണമോ, നമ്മുടെ വിശ്വാസത്തിൽ തെരഞ്ഞെടുപ്പ് മാറണം. മിസ്രയീമിലെ നിക്ഷേപം അവിടെ പറയാണ്, മിസ്രയീമിലെ സകല നിക്ഷേപത്തെക്കാൾ പറയാൻ കാരണം എന്തറിയാമോ?
ആ കാലഘട്ടത്തിലെ ഏറ്റവും കൂടുതൽ നിക്ഷേപമുള്ള സാമ്രാജ്യ രാജ്യം മിസ്രൈമായിരുന്നു. ഇതൊക്കെ താൻ ആര് കൈകാര്യം ചെയ്യാനായിട്ട് ഒരുപക്ഷെ സാധ്യമായി തീർന്നേനും മോശയ്ക്ക് കിട്ടിയേനും. പക്ഷേ ഇനി നമ്മൾ മോശ ഇസ്രായേലിൽ തന്നെ അയച്ചത് നോക്കി എവിടെയെങ്കിലും മോശയ്ക്ക് മഹത്വം കിട്ടിയോ? കല്ലേറും, നമ്മളെ നാളെ പാടി പറയും ചീത്ത വിളി, ദൂഷണം, സ്വന്തം പെങ്ങളെ പോലും ദൂഷിച്ച് പറയുന്നതായ അനുഭവങ്ങൾ ഒക്കെ കാണാം. നമ്മളൊക്കെ ചിലപ്പോൾ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച് കുറച്ച് കഴിയുമ്പോൾ പാസ്റ്ററിൽ നിന്നോ കൂട്ടുവിശ്വാസികളിൽ നിന്നോ ഒക്കെ നമുക്ക് വേദന ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, ദൈവമേ എന്തിനായി ഈ മാർഗം തിരഞ്ഞെടുത്തത്? പ്രിയമുള്ളവരെ, നമ്മൾ ആരെയും നോക്കിയല്ല മുമ്പോട്ടിറങ്ങിയത്. ഉന്നതനായിരിക്കുന്ന ഒരു കർത്താവ്, സകലത്തെയും ഭരിക്കുന്നവനായ ഒരു കർത്താവ്, നമ്മളെ ഉള്ളതുപോലെ അറിയുന്നവനായ കർത്താവ്, നമ്മളെ മുമ്പോട്ട് നയിക്കുവാൻ ശക്തനായ കർത്താവ് നമുക്ക് വേണ്ടിയുണ്ട്. നമ്മൾ ആരുടെ മുഖവും നോക്കണ്ട, ദൈവത്തെ നോക്കി മുമ്പോട്ട് പോയാ ദൈവം നമ്മളെ കൈവിടത്തില്ല. ദൈവം നമ്മളോട് കൂടെ ഇരിക്കും. അവരുടെ തെരഞ്ഞെടുപ്പ്, അവരുടെ പദവികൾ അവൻ ഉപേക്ഷിച്ചു. എല്ലാ ജീവിതത്തിന്റെ ഉല്ലാസങ്ങളും അവന് ലഭിക്കുമായിരുന്നു. നമ്മൾ പലപ്പോഴും വീണു പോകുന്നത്, പലപ്പോഴും നമ്മൾ തകർന്നു പോകുന്നത്, പലപ്പോഴും നമ്മുടെ വിശ്വാസം ഉപേക്ഷിക്കപ്പെടുന്നത്, നമ്മുടെ മുമ്പിൽ ഉല്ലാസത്തിന്റെ ഒത്തിരി അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകും. സന്തോഷിക്കാനുള്ള ഒത്തിരി അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകും. അപ്പൊ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ബോധ്യം വേണം. മക്കളെ, യുവജനങ്ങളെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു വിശ്വാസം, അതിൽ നമ്മൾ വളർച്ച പ്രാപിക്കണം. സ്തോത്രം. നമ്മൾ ആരെയും നോക്കരുത്. എല്ലാ സഭയ്ക്കും അതിൻ്റെതായ, എല്ലാ വ്യക്തികൾക്കും അതിൻ്റെതായ കുറവുകൾ ഉള്ളപ്പോൾ കുറവുകളില്ലാത്തവനായവനാണ് നമ്മളെ തെരഞ്ഞെടുത്തത്. അവനാണ് നമ്മളെ നയിക്കുന്നത്. അവൻ എല്ലാവരെക്കാളും ഉന്നതനായ ദൈവമാണ്. ആ ദൈവം നമ്മളെ മാനിക്കാതെ വിടുകയില്ല. മുമ്പിൽ ഒന്നുമില്ല, മോശയുടെ മുമ്പിൽ ഒന്നുമില്ല. ആ സമയത്ത് മോശയ്ക്ക് ഒന്നും അറിയത്തില്ല. എന്റെ ജനത്തെ വിട്ടയക്കണമെന്നോ അതിനുവേണ്ടി നേതൃത്വം കൊടുക്കാൻ ദൈവം തെരഞ്ഞെടുത്തതേ ഉള്ളൂ. എന്തായി തീരുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ അവന്റെ വിശ്വാസം വളർച്ച പ്രാപിച്ചു. ഞാൻ വീണ്ടും ചോദിക്കട്ടെ, പ്രിയമുള്ളവരെ, നമ്മൾ രക്ഷിക്കപ്പെട്ടിട്ട് എത്രയോ വർഷങ്ങളായി. നമ്മൾ വിശ്വാസത്തിൽ വളർന്നോ തളർന്നോ? അന്നുണ്ടായ തീഷ്ണതയിൽ പലരും സാക്ഷ്യം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ എനിക്ക് വലിയ തീഷ്ണതയായിരുന്നു. ട്രാക്റ്റുകൾ കൊടുക്കുമായിരുന്നു, ഭവനങ്ങൾ കയറുമായിരുന്നു, രോഗികളെ സന്ദർശിക്കുമായിരുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഇന്നത്തെ അവസ്ഥയോ? സ്തോത്രം. പ്രിയമുള്ളവരെ, ഒരു വാക്കൂടെ പറയട്ടെ, നാം വിശ്വാസത്തിൽ വളർച്ച പ്രാപിച്ചേ മതിയാകുന്നു. വിശ്വാസത്തിൽ നാം വളരുമ്പോൾ നമ്മുടെ തീരുമാനങ്ങൾക്കും നമ്മുടെ പ്രതിഷ്ഠകൾക്കും നമ്മുടെ തിരഞ്ഞെടുപ്പിനും മാറ്റങ്ങൾ ഉണ്ടാകാം. ഞാൻ പറയുന്നത്, ഈ ലോകത്തിൽ നമ്മുടെ മുമ്പിൽ ഒത്തിരി അവസരങ്ങളുണ്ട്. ഏത് തിരഞ്ഞെടുക്കുവാനുള്ളതായ അവസരങ്ങളുണ്ട്. പക്ഷേ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് മോശ തിരഞ്ഞെടുത്തതുപോലെ വിശ്വാസത്തിന് വേണ്ടിയുള്ളത് നാം തിരഞ്ഞെടുക്കണം. നമ്മുടെ വിശ്വാസം കൈവിടുന്ന ഒന്നും നാം തിരഞ്ഞെടുക്കുവാൻ ഇടയാകരുത്. ആ വിശ്വാസത്തിന് വേണ്ടി നമ്മൾ മുൻപോട്ട് പോകേണ്ടതാണ്. വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. ഒരു കാര്യം ഞാൻ പറഞ്ഞോളൂ. ഒരു വ്യക്തി വിശ്വാസത്തിൽ വളർന്നാൽ മോശയിൽ സംഭവിച്ച കാര്യം പറഞ്ഞു, തെരഞ്ഞെടുപ്പിന്റെ രീതി മാറും. രണ്ടാമത്തെ കാര്യം, ഒരു കാഴ്ചപ്പാട് മാറും. എന്താ പറ? കാഴ്ചപ്പാട് മാറും. ഒരു വിശ്വാസിയുടെ കാഴ്ചപ്പാട്, ചിലരെ നമ്മൾ സംസാരിച്ചത് വിശ്വാസിയായിരിക്കാം, വിശ്വാസി എന്താ പറയുന്നത്, ഇച്ചിരി നേരം സംസാരിച്ചാൽ നമുക്കറിയാം അവന്റെ കാഴ്ചപ്പാട് എന്താണ്. വിശ്വാസത്തിൽ വളരുന്ന ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. വിശ്വാസം ഇല്ലാത്ത ഒരു വ്യക്തിയിൽ ലോകപ്രകാരമുള്ള കാഴ്ചപ്പാടായിരിക്കും. അവരുടെ സംസാരം അങ്ങനെ ആയിരിക്കും, അവരുടെ തീരുമാനങ്ങൾ അങ്ങനെ ആയിരിക്കും, അവരുടെ പ്രതികരണങ്ങൾ അങ്ങനെ ആയിരിക്കും, ഒരു വിഷയത്തിന്റെ മുമ്പിൽ അവർ ഇടപെടുന്നത് അങ്ങനെയായിരിക്കും. പക്ഷേ വിശ്വാസത്തിൽ വളരുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറണം. ഇവിടെ പറയാണ്, പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാൾ വിശ്വാസത്തിൽ വളർന്നപ്പോൾ എന്ത് മാറി?
കാഴ്ചപ്പാട് മാറി. പാപത്തിന്റെ എന്തിനെ കുറിച്ചായി പറയുന്നത്? പാപത്തിന്റെ തൽക്കാലം പോകുന്നു. ഇതിനെ കുറിച്ചാണ് പറയുന്നത്. മിസ്രൈമിലെ ഈ സമ്പൽ സമൃദ്ധിയെ കുറിച്ചാണ് പറയുന്നത്, ഈ അധികാരത്തെ കുറിച്ചാണ് പറയുന്നത്, ഈ സ്ഥാനമാനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. താൻ അതും ഇതുമായിട്ട് തുലനം ചെയ്തപ്പോൾ തനിക്ക് മനസ്സിലായി അതല്ല ദൈവം എന്നെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. അത് താൽക്കാലികമായ പാപത്തിന്റെ താൽക്കാലികമായ അനുഭവമാണ്. എന്നാൽ മറ്റൊരു കാഴ്ചപ്പാടിലേക്ക് അവൻ മാറുവാൻ തക്കവണ്ണമിടയായി തീർന്നു. ദൈവമക്കളെ, നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറുന്നില്ല എങ്കിൽ ഇന്ന് ലോകത്തിൽ ദൈവസഭകൾ നശിക്കുന്നതിന് കാരണം, ദൈവസഭയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം, ഇവിടെ പാസ്റ്ററോ ഞാനോ സൂചിപ്പിച്ചു, ഇന്ന് സഭകളിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾ കാരണം കാഴ്ചപ്പാട് മാറിയിട്ടില്ല. അധികാരത്തിന് വേണ്ടി തമ്മിത്തല്ലും അധികാര കുതിക, മറ്റുള്ളവരുടെ കുതികാൽ വെട്ടലും ആരോപണങ്ങളുമായി മുൻപോട്ട് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കോണം, ആ കാഴ്ചപ്പാട് മാറിയിട്ടില്ല, വിശ്വാസത്തിൽ വളർന്നിട്ടില്ല എന്ന് മാത്രമേ അവരുടെ മുമ്പിലുള്ളൂ. അധികാരം. ദൈവാസന്മാർ ഇങ്ങനെ ചോദിച്ചു, ഈ അധികാരത്തിന് വേണ്ടി തമ്മിത്തല്ലുന്നത് എന്തിനാ? ഈ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി തമ്മിത്തല്ലുന്നത് എന്തിനാ? അദ്ദേഹം പറഞ്ഞ ഒറ്റ വാക്കാ, പണത്തിന് വേണ്ടിയാ. ഈ അധികാരം പിടിച്ചു നിർത്തുന്നത് എന്തിനു വേണ്ടിയാ? പണം. അവർക്ക് സമ്പാദിക്കണം, അവർക്ക് പണമുണ്ടാക്കാനുള്ളതായ ഒരു മാധ്യമമായി ദൈവത്തിന്റെ വേലയെ സ്ഥാനമാനങ്ങളെ ആക്കി തീർക്കണം. അതിനുവേണ്ടി കിടന്ന് അടിപിടിക്കുക. കാഴ്ചപ്പാട് എന്ത് ചെയ്തിട്ടില്ല? മാറിയിട്ടില്ല, വിശ്വാസത്തിൽ വളർന്നിട്ടില്ല. ഈ നാളുകൾ നമ്മുടെ സഭകൾക്ക് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. നമ്മൾ കമ്മിറ്റികൾ കൂടുമ്പോഴും, നമ്മൾ ആരാധനയ്ക്ക് വരുമ്പോഴും, നമ്മളിപ്പോ ഒരു പ്രശ്നങ്ങളുടെ മുമ്പിലും നമ്മുടെ കാഴ്ചപ്പാട് മാറണം. ദൈവസഭയാണ് നമ്മുടെ കാഴ്ചപ്പാട്. ദൈവത്തിന്റെ സ്വർഗത്തിന്റെ കെട്ടുപണിയാണ്, ദൈവരാജ്യത്തിന്റെ കെട്ടുപണിയാണ് നമ്മുടെ കാഴ്ചപ്പാട്. വിശ്വാസത്തിൽ മുന്നേറുക എന്നുള്ളതാണ് നമ്മുടെ കാഴ്ചപ്പാട്. ആത്മാക്കളെ രക്ഷയിലേക്ക് നടത്തുക എന്നുള്ളതാണ് നമ്മുടെ കാഴ്ചപ്പാട്. മോശയുടെ കാഴ്ചപ്പാട് ഇസ്രായേൽ ജനത്തെ ഇസ്രായേലിൽ നിന്ന് വിടുവിക്കുക, ആ അന്ധകാരത്തിൽ നിന്ന് വിടുവിച്ച് വാഗ്ദത്ത ദേശത്തേക്ക് ഈ സമൂഹത്തെ കൊണ്ടുപോകുക എന്നുള്ള കാഴ്ചപ്പാടാണ് മോശ വിശ്വാസത്തിൽ വളർന്നപ്പോൾ കിട്ടിയത്. നമ്മുടെ കാഴ്ചപ്പാട് അതായിരിക്കണം. എങ്ങനെയെങ്കിലും ഒരു ആത്മാവിനെ നേടുവാൻ, ഒരു വിശ്വാസി സഭയിൽ, ഒരു വ്യക്തി സഭയിൽ വന്നാൽ എങ്ങനെയെങ്കിലും അവനെ നിലനിർത്തുവാൻ, അവനെ കുറ്റം പറയാനും, അവനെ കൊണ്ടുവന്നവനെ കുറ്റം പറയാനും, അവനെ മാറ്റി നിർത്താനും ഒന്നും നമുക്ക് എങ്ങനെയെങ്കിലും ഒരു ആത്മാവിനെ നേടുവാനുള്ള കാഴ്ചപ്പാട് ഈ നാളിൽ നമുക്കുണ്ടാകണം. വിശ്വാസത്തിൽ വളരുന്നതിന്റെ ലക്ഷണമാണ്. അതും ഞാൻ പറഞ്ഞ് ഇവിടെ നിർത്തട്ടെ. ഇവിടെ അതിന്റെ ലേഖനം അല്ല, അത് ഉൽപ്പത്തി പുസ്തകത്തില, പുറപ്പാട് പുസ്തകമാണ്. എൻ്റെ ജനത്തിന്റെ, ഇവിടെ പറയാ, ദൈവം പറയാണ്, എൻ്റെ ജനത്തിന്റെ, 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം തോന്നുന്നു. എൻ്റെ ജനത്തിന്റെ, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യം, എൻ്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു, ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള നിലവിളി കേട്ടു, ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. 3 കാര്യം ദൈവം മോശയോട് പറയാം. എനിക്ക് ആ വാക്ക് ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ ഒത്തിരിക്കുകയാണ് ഇവിടെ. മോശയുടെ കാഴ്ചപ്പാട് മാറാൻ വേണ്ടി, അല്ലെ മാറിയപ്പോൾ അവൻ സ്വീകരിച്ച ആ ദൈവത്തിന്റെ വാക്കുകൾ, അവനെ മാറ്റിമറിച്ച ദൈവത്തിന്റെ വാക്കുകളാണ്. ഒന്ന്, എൻ്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. രണ്ടാമത് പറയാണ്, ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ളതായ അവരുടെ നിലവിളി ഞാൻ കേട്ടു, ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. കണ്ടു, കേട്ടു, അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. എന്നെ കാണുന്നവൻ, എന്നെ കേൾക്കുന്നവൻ, എന്നെ കാണുന്നവൻ, അവനാണ് വലിയവൻ, അവനെയാണ് നമ്മൾ സേവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വിശ്വാസത്തിന് വേണ്ടി മുൻപോട്ട് പോകുവാൻ തയ്യാറാകണം. നമ്മൾ വിശ്വാസത്തിൽ വളരണം. നമ്മളെ അറിയുന്നവൻ, എന്നെ കേൾക്കുന്നവൻ. ഒരുപക്ഷെ പാസ്റ്റർ കേട്ടത് വരത്തില്ല, മറ്റുള്ളവർ നമ്മുടെ സങ്കടങ്ങൾ അറിയുന്ന വരത്തില്ല. ചില സങ്കടങ്ങൾ നമുക്ക് ആരോടും പറയാൻ പറ്റാത്ത സങ്കടങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നവരില്ലേ? പലർക്കും ഉണ്ട്. മറ്റുള്ളവരോട് പറയാൻ പറ്റാത്ത സങ്കടങ്ങൾ നമുക്കുണ്ട്. പക്ഷേ എന്റെ സങ്കടങ്ങൾ കേൾക്കുന്ന, എന്നെ അറിയുന്ന, എന്നോട് കൂടെ ഇരിക്കുന്നവൻ, എന്നെ കാണുന്നവൻ, എന്നെ ഉള്ളതുപോലെ
കാണുന്ന ആ കർത്താവ് നമ്മുടെ മധ്യത്തിലാകുന്നു. അവനോട് കൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. അവന് വേണ്ടിയാണ് നമ്മൾ മുമ്പോട്ട് കാല് വെച്ചിരിക്കുന്നത്. അവന്റെ പിന്നാലെയാണ് ഞാൻ നിങ്ങൾ യാത്ര ചെയ്യുന്നത്. സ്തോത്രം. ഒട്ടും ധൈര്യഹീനരാകരുത് പ്രിയമുള്ളവരെ. പ്രശ്നങ്ങൾ നമുക്ക് വരാം. ഇവിടെ മോശ ഈ എബ്രായ ലേഖനം എഴുതുന്നത് തന്നെ ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. അനേക കഷ്ടങ്ങളിലൂടെ എബ്രായ വിശ്വാസികൾ കടന്നു പോയപ്പോൾ പറയാണ്, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും ഈ വിശ്വാസത്തിന് വേണ്ടി ആ കഷ്ടം സഹിച്ചു. അതുകൊണ്ട് സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമ്മുടെ ചുറ്റും നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ സകല ഭാരവും മുറുകെ പറ്റുന്ന പാവവും വിട്ട് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. മൂന്നാമത്തെ ചിന്ത, നമ്മുടെ രണ്ട് കാര്യം ഞാൻ പറഞ്ഞു. ഒന്നാമത്തെ എന്താ? നമ്മുടെ തിരഞ്ഞെടുപ്പിന്റെ രീതി മാറും. രണ്ട്, നമ്മുടെ കാഴ്ചപ്പാട് മാറും. മൂന്ന്, നമ്മുടെ മുൻഗണന മാറും. എന്താ അതിന് പറഞ്ഞതിനർത്ഥം? നമ്മൾ ഏതിന് മുൻഗണന കൊടുക്കും? ഇന്നിവിടെ വാസ്യോ വേറൊരു ആവശ്യമുണ്ട്. ഇവിടെ പലരും ഇല്ല. ഞാൻ പലരെയും നോക്കിയ പലരും ഇവിടെ ഇല്ല. ചിലപ്പോൾ അത്യാവശ്യ കാര്യങ്ങളൊക്കെ പോകുന്നതായിരിക്കും. ഞാൻ കുറ്റം പറയാൻ വേണ്ടി പറഞ്ഞതല്ല. അവരവരുടെ കാര്യങ്ങൾ അവരവർക്ക് അറിയുന്നുള്ളൂ. പക്ഷേ ഒരു ദൈവ പൈതൽ വിശ്വാസത്തിൽ വളരുന്നതിന്റെ ലക്ഷണം, വളർന്നു എന്നുള്ളതിന്റെ ലക്ഷണം മുൻഗണന ഏതിന് കൊടുക്കുന്നു എന്നുള്ളതാണ്. സ്തോത്രം. ഏതിനാ കൊടുക്കുന്നത്? മോശ ഏതിന് കൊടുത്തു? മോശ ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നതിന് മുൻഗണന കൊടുത്തു. ഇപ്പുറത്ത് എന്തുവാ? വലിയ പദവിയും കൊട്ടാരവും നിക്ഷേപങ്ങളൊക്കെ അവിടെ ഇരിക്കുമ്പോൾ മുൻഗണന കൊടുക്കുവാൻ ഇടയായിരുന്നു. എന്തിനു കൊടുക്കാനായിട്ട്? തന്റെ വിശ്വാസത്തിന് വേണ്ടിയും ദൈവം തന്നെ ഫലമേൽപ്പിച്ച ഉത്തരവാദിത്വത്തിന് മുൻഗണന കൊടുക്കുവാനായിട്ട് ഇടയായിരുന്നു. ഈ ആ ഭാഗം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കാനായിട്ട് സാധിക്കുന്നു. പ്രതിഫലം നോക്കിയത് കൊണ്ട് വായിച്ചു നോക്കിയേ. പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത് നിരസിച്ചു. ഏത് പ്രതിഫലമായിരുന്നു? ഞാൻ ബുദ്ധിയോടെ പ്രവർത്തിക്കാൻ ഏത് തെരഞ്ഞെടുത്തേക്കും സത്യമായിട്ട് ഞാൻ പറയാണ്. എന്റെ മുമ്പിലാണ് ഇങ്ങനൊരു അവസരം വന്നാൽ, കാരണം മോശ ചിന്തിക്കുകയാണ് ഞാൻ ചത്തുപോകും, അല്ലെ നൈൽ നദിയിൽ എറിഞ്ഞ് കൊല്ലപ്പെടേണ്ട ഞാൻ ദൈവം എന്നെ രക്ഷിച്ച് ഇവിടെ അങ്ങനെ ഇരിക്കുമ്പോ ഫറവോന്റെ പുത്രിയുടെ മകൻ വന്ന് അങ്ങനെ ദൈവം എന്നെ എവിടെ കൊണ്ടുണ്ടാക്കി. പക്ഷെ ഇത് ദൈവം ഒരുക്കിയ വഴികളാണെന്ന് ഓർത്തിട്ട് ഞാൻ എന്ത് ചെയ്തു? നമ്മളങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. ഇത് ദൈവം കണ്ടതാ, ദൈവം തന്നതാ. നമുക്ക് അർഹതയില്ലാത്തൊരു കാര്യം കാണുമ്പോൾ നമ്മുടെ ചിന്തയിൽ വരുന്നത് ദൈവമാണല്ലോ ഇപ്പൊ ഇത് കാണിച്ചത്, ഈ വഴി കാണിച്ചതാരാ? ദൈവം. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. പക്ഷേ ഇവിടെ പറയാണ് പ്രതിഫലം നോക്കിയത് കൊണ്ട്. ഏത് പ്രതിഫലമാണ്? ഏത് പ്രതിഫലമാണ്? ഉത്തരം നിങ്ങളുടെ മുമ്പിലുണ്ട്. ഈ ലോകത്തിലെ സ്ഥാനമാനങ്ങൾ തിരഞ്ഞെടുക്കാതെ ദൈവം അവന് വേണ്ടി ഒരു പ്രതിഫലം ഒരുക്കിയിട്ടുണ്ടെന്നുള്ള ആ ഉത്തമമായ ബോധ്യം അവനുള്ളത് കൊണ്ട് മുൻഗണന ദൈവത്തിന്റെ പദ്ധതികൾ കൊടുത്തു. ഞാൻ ദൈവനാമത്തിൽ ചെയ്യുന്ന ചെറുതും വലുതുമായ ശുശ്രൂഷകൾ ഏതായിരിക്കുന്നുവോ, ഏതിന് ഞാൻ മുൻഗണന കൊടുക്കുന്നുവോ, താൽക്കാലികം നഷ്ടമുണ്ടാകാം, താൽക്കാലികമായി പ്രയാസങ്ങളുണ്ടാകാം, പക്ഷെ വലിയൊരു പ്രതിഫലം നമുക്കുണ്ട്. എന്റെ പക്കൽ 1000 രൂപയുണ്ട്. പെട്ടെന്ന് നിർത്താം. എന്റെ പക്കൽ 1000 രൂപയുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സഭയിലൊരു പിരിവ് വന്ന് ഒരു പാവപ്പെട്ടവനെ സഹായിക്കണം. എന്റെ മനസ്സിലൊരു ചിന്ത, നാളെ ഇന്ന ആവശ്യങ്ങളുണ്ട്, അതിന് കൊടുക്കണോ ഇതിന് കൊടുക്കണോ? ഇതിന് കൊടുക്കണം. ബുദ്ധിയോടെ ചിന്തിക്കുകയാണെങ്കിൽ അതിന് കൊടുക്കും, ചെയ്യും. മിണ്ടാതിരിക്കും. നമ്മൾ വിശ്വാസത്തിൽ വളർന്ന ഒരു വ്യക്തിയെ നമ്മൾ പരിശോധിച്ച് നോക്കുക.
ദൈവവേലയ്ക്ക് ചുമൽ കൊടുക്കുവാൻ തക്കവണ്ണം ആ വ്യക്തി തയ്യാറാകും. ഇവിടെ പറയണം, പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോന്റെ പുത്രയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് താൻ ആരും അവനെ നിർബന്ധിച്ചതല്ല, സ്വയം ത്യജിക്കുകയാണ്. അത് നോക്കണം. ആ ഫറവോന്റെ പുത്രയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിച്ചു. താൻ അങ്ങനെ ചിന്തിക്കാൻ കാരണം, ഈ ഫറവോനാകുക എന്ന് പറയുന്നത് ഒരു മാനുഷിക ആയുസിന്റെ കുറെ നാളുകളാണ് അല്ലേ? ചിലപ്പോ 20-30 വർഷമൊക്കെ ആയിരിക്കും. പക്ഷേ മോശയ്ക്ക് മനസ്സിലായി ഇതൊക്കെ കഴിയും, ഇതൊക്കെ താൽക്കാലികമാണ്, ഇവിടെ ലഭിക്കുന്ന ഈ പദവികളൊക്കെ താൽക്കാലികമാണ്. എന്നാൽ താൽക്കാലികമല്ലാത്ത നിത്യമായ മറ്റൊന്ന് എനിക്ക് വേണ്ടി ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ കാഴ്ചപ്പാടും അവന്റെ ചിന്തകളും മാറി അവൻ ആ ലഭിക്കാൻ പോകുന്ന ആ വലിയ സന്തോഷത്തെ കുറിച്ച്, ഈ ലോകത്തിലെ പദവികളെക്കാൾ ദൈവം തനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായ ആ പ്രതിഫലത്തെ കുറിച്ച് താൻ ചിന്തിച്ചപ്പോൾ താൻ മുൻഗണന അതിന് കൊടുക്കുവാണ്ടൊക്കെ ഇടയായിട്ട് അവന് മനസ്സിലായി, മിസ്രയീമിലെ സകല നിക്ഷേപത്തെക്കാൾ വലിയൊരു നിക്ഷേപം എനിക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരുങ്ങുന്നുണ്ട്. ഇന്ന് പകൽ പ്രിയമുള്ളവരെ, ഒന്നുകൂടി ഞാൻ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നതിനെ പറയട്ടെ. ഈ ലോകത്തിൽ നമുക്ക് ഒത്തിരി പോരായ്മകളും കുറവുകളും ഒത്തിരി ഇല്ലായ്മകളുമുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നടന്നെന്ന് വരത്തില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന നിലയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന നിലയിൽ ഭവനം പണിയാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. പക്ഷേ നമുക്ക് വേണ്ടി ഉന്നതമായിരിക്കുന്ന വലിയൊരു പ്രതിഫലവും സ്വർഗത്തിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നാം വിശ്വാസത്തിന് വേണ്ടി മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം തയ്യാറാണ്. ഇവിടാണ് കർത്താവ് പറഞ്ഞ, മുഴുവൻ തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ലോകത്തിൽ നിങ്ങളുടെ നിക്ഷേപങ്ങളെ സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കിടക്കുകയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുകയും ചെയ്യാതിരിക്കുന്ന സ്വർഗത്തിൽ അത്രേ നിങ്ങളുടെ നിക്ഷേപങ്ങളെ സ്വരൂപിക്കുന്നത്. 4-ാമത്തെ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഒരു വ്യക്തി വിശ്വാസത്തിൽ വളർന്നാൽ അസാധാരണത്വം പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു വ്യക്തി വിശ്വാസത്തിൽ വളർന്നാൽ ആ വ്യക്തിയിലൂടെ ദൈവം, ആ വ്യക്തിയല്ല, ആ വ്യക്തിയിലൂടെ ദൈവം എന്ത് ചെയ്യും? അസാധാരണത്വം പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആ മോശയുടെ ചരിത്രം ഇങ്ങനെ പഠിക്കുമ്പോൾ, മോശ ദൈവം വിളിച്ച് ആക്കുന്ന സമയത്ത് മോശ ഒഴിഞ്ഞു മാറാനൊക്കെ ഒത്തിരി അവൻ പറയുകയാണ്, ഞാൻ വാക്ചാതുര്യം ഇല്ലാത്ത മനുഷ്യനാണ്, എനിക്ക് ഈ ജനത്തെ നയിക്കാനായിട്ട് കഴിയത്തില്ല. പക്ഷേ ദൈവത്തിന്റെ കരങ്ങളിൽ അവൻ ഏൽപ്പിക്കപ്പെട്ട നാൾ മുതൽ, പ്രൈസ് ദി ലോർഡ്, നമുക്കറിയാം മോശയുടെ കൈ, ദൈവം പറയുകയാണ്, നിന്റെ കയ്യിലിരിക്കുന്ന എന്താ? ഒരു വടി, താഴേക്കിട്. അതെന്തായി തീർന്നു? പാമ്പായി തീർന്നു. അതിന്റെ വാലിൽ പിടിക്കാൻ പറഞ്ഞു, അത് വടിയായി തീർന്നു. എന്ന് പറഞ്ഞാൽ ദൈവം അവനോട്, നിന്നെ ഞാൻ അസാധാരണത്തെ പ്രവർത്തിപ്പാൻ, നീ കുറവുള്ളവനാണെങ്കിലും നീ കഴിവില്ലാത്തവനാണെങ്കിലും എന്റെ ശക്തി നിന്റെ മേൽ പകർന്നാൽ നിന്നെ കൊണ്ട് എനിക്ക് അസാധാരണത്തെ പ്രവർത്തിപ്പാനായിട്ട് കഴിയും. പറയുകയാണ്, അദൃശ്യ 27-ാം വാക്യം, അദൃശ്യ, സാധാരണ മനുഷ്യനായ മോശയെ കുറിച്ച് പറയാണ്, അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുകൊണ്ട്. നോക്കണം, മോശേ, നീ വിശ്വാസത്തിന് വേണ്ടി നിന്നതുകൊണ്ട് ഞാൻ നിനക്ക് വെളിപ്പെട്ടിരിക്കുകയാണ്, നിന്നിലൂടെ ഞാൻ അസാധാരണത്തെ പ്രവർത്തിക്കാൻ പോവുകയാണ്. അവൻ പറയും, അവിടെ എഴുതി, രാജാവിന്റെ കോപം ഭയന്നില്ല. പറയാണ്, അസാധാരണത്തെ പ്രവർത്തിക്കാൻ തുടങ്ങി മോശ. ഒരിക്കൽ ഫറവോനെ പേടിച്ച് ഇവിടുന്ന് ഓടിപ്പോയി. കൊട്ടാരം വിട്ട് ഓടിപ്പോകാൻ കാരണം എന്താ? പേടിച്ചോടിപ്പോയതാണ്. ഒരിക്കൽ വഴിയാണ്, അത് വേറെ കാര്യം. പക്ഷേ ഫറവോന്റെ മുമ്പിൽ നിൽക്കാൻ അവന് ഭയമില്ലായിരുന്നു. അവരിൽ ദൈവശക്തി പകരുവാനിടയായിരുന്നു. നമ്മുടെ പ്രശ്നങ്ങളുടെ മുമ്പിൽ നമ്മൾ ഭയക്കുന്നവരായി തീരാതെ നമ്മളിലൂടെ പകരുന്ന ആത്മശക്തി, നമ്മിൽ പകരുന്ന ദൈവശക്തികളിലൂടെ, നമ്മുടെ വാക്കിലൂടെ, നമ്മുടെ പ്രവർത്തനത്തിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മിലൂടെ തികയ്ക്കുവാൻ ഈ നാളുകളിൽ നമ്മളുടെ വിശ്വാസം വർദ്ധിക്കട്ടെ.
10 പാതകളൊക്കെ കാണുന്നത്, അതിലൊക്കെ ദൈവം അവനെ ഉപയോഗിക്കുന്നതായി കാണാനായിട്ട് കഴിഞ്ഞു. ചെങ്കടലിന്റെ കരയിൽ വെച്ച് മോശയോട് പറയുകയാണ്, നിന്റെ കയ്യിലിരിക്കുന്നത് എന്താണ്? വടി. എന്താ പറഞ്ഞു? നിന്റെ കയ്യിലിരിക്കുന്നത് ഒരു ജീവനില്ലാത്ത വടിയാണെങ്കിലും ഞാൻ അസാധാരണത്തിൽ നിന്നിലൂടെ പ്രവർത്തിക്കാൻ പോവുകയാണ്. നീ അത് വെള്ളത്തിന്മേൽ നീട്ടുക. സ്തോത്രം, സ്തോത്രം. കേവലം നിർജീവമായതിലൂടെ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയുമെങ്കിൽ, ദൈവത്തിന് വേണ്ടി ഹൃദയം കൊടുത്ത, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ദൈവമക്കളെ, നമ്മിലൂടെ ഈ നാളുകളിൽ അസാധാരണത്തെ പ്രവർത്തിപ്പാൻ ദൈവത്തിന് കോട്ട പിടിച്ചതും ഒക്കെ നമുക്കറിയാം. വിശ്വാസത്തിന് വേണ്ടി നമ്മൾ സമയം സ്വീകരിക്കുന്നില്ല. ഒരു വ്യക്തിയുടെ സാക്ഷി കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങളെല്ലാവരും വായിച്ചിട്ടുണ്ടാകാം, സാധു സുന്ദർ സിംഗ് എന്ന് പറയുന്ന ഭക്തനായ മനുഷ്യൻ. ഇന്ത്യയിലെ മിഷണറിയായി തീർന്ന സാധു സുന്ദർ സിംഗ് ഇതൊരു സിഖ് കുടുംബത്തിൽ ജനിക്കപ്പെട്ടവനാണ്. അദ്ദേഹം സത്യദൈവത്തെ കുറിച്ചുള്ള ഒരു അന്വേഷണത്തിലായിരിക്കുമ്പോൾ അദ്ദേഹത്തിനാകെ ജീവിതത്തിൽ ഭാരങ്ങൾ നിറഞ്ഞു. ആരാണ് സത്യദൈവമെന്ന് തിരിച്ചറിയാൻ കഴിയുന്നത്. ഒരു ദിവസം താൻ തീരുമാനിച്ചു, ഇന്ന് രാത്രിയിൽ ഈ സത്യദൈവം എന്ന് പറയുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ, ജീവനുള്ള ഒരു ദൈവമുണ്ടെങ്കിൽ, ഇത് രാത്രി എനിക്ക് വെളിപ്പെടണം. അല്ല എങ്കിൽ പ്രഭാതത്തിൽ അവരുടെ വീടിന് സമീപത്തൂടെ പോകുന്നതായ ആ റെയിൽവേ ട്രാക്കിൽ താൻ മരിക്കുവാൻ തീരുമാനിച്ചു. നമുക്കറിയാം, ആ ചരിത്രം വായിച്ചിട്ടുള്ള ദൈവങ്ങൾക്കറിയാം, ആ രാത്രി വലിയവനായ ദൈവം ആ വലിയ പ്രകാശത്തിൽ തനിക്ക് വെളിപ്പെടുവാനായിട്ട് താൻ അത് തിരഞ്ഞെടുത്തു. അവിടെ മുതൽ യേശുവിന്റെ സാക്ഷി, ചുരുക്കി പറയാണ്, അവിടെ മുതൽ യേശുവിന്റെ സാക്ഷിയായി തീർന്നു. അത് നിമിത്തമായിട്ട് അവൻ വിശ്വാസത്തിൽ വളർന്നു വന്നു കഴിഞ്ഞപ്പോൾ അത് നിമിത്തമായി ഒത്തിരി പ്രയാസങ്ങളിലൂടെ കടന്നുപോയി. അവന്റെ കുടുംബക്കാരെല്ലാം അവനെ ത്യജിച്ചു. അവന്റെ കുടുംബക്കാരെല്ലാം അവരോട് ചേർന്നിട്ട് ഒരു വിൽപത്രം തയ്യാറാക്കി. ഒരു വലിയ സമ്പത്തുള്ള കുടുംബത്തിലെ വ്യക്തിയായിരുന്നു സാധു സുന്ദർ സിംഗ്. ഒരു വിൽപത്രത്തിൽ ആ കുടുംബത്തിലെ സകല സ്വത്തുക്കളുടെയും അധികാരം അതിൽ എഴുതി വെച്ചു. അപ്പുറത്ത് ഒരു പുതിയ നിയമം വെച്ചു. എന്നിട്ട് ഒരു കുടുംബക്കാർ ചേർന്നിട്ട് പറഞ്ഞു, നിനക്ക് ഈ വിൽപത്രം എടുക്കുകയാണെങ്കിൽ ഈ പുതിയ നിയമം നീ എടുക്കരുത്. പുതിയ നിയമം എടുക്കുകയാണെങ്കിൽ നീ എന്തെടുക്കരുത്? വിൽപത്രം എടുക്കരുത്. സാധു സുന്ദർ സിംഗ് ആ പുതിയ നിയമം എടുത്ത് നെഞ്ചോട് ചേർത്തുകൊണ്ട് വീട് വിട്ടിറങ്ങി ഭാരതത്തിലുടനീളം നടന്ന് ഈ വലിയവനായ കർത്താവിനെ കുറിച്ചുള്ള വിശ്വാസം അനേകരെ ദൈവരാജ്യത്തിന്റെ പണിക്കാരാക്കി, അനേകരെ ദൈവരാജ്യത്തിന്റെ അവകാശികളാക്കി തീർത്ത ആ മനുഷ്യന്റെ കാര്യം നമ്മൾ ഓർക്കുക. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവവിശ്വാസം തന്നത് നമ്മൾ മാത്രം വളരാനല്ല, അനേകരെ ദൈവരാജ്യത്തിന്റെ അവകാശികളായി തീരുവാൻ ദൈവം നമ്മളെ ഒരുക്കണം. ഈ നാളുകളിൽ വിശ്വാസത്തിന് വേണ്ടി വളരുവാൻ, മോശയെ പോലെ വളരുവാൻ, വ്യത്യസ്തമായ അനുഭവത്തിൽ വളരുവാൻ, നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറുവാൻ, ദൈവസഭയ്ക്ക് വേണ്ടി ജീവൻ കൊടുക്കുവാൻ തയ്യാറായി നമുക്ക് മുമ്പോട്ട് പോകാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സന്ദേശം തന്റെ ദാസിലൂടെ കർത്താവ് കേൾപ്പിച്ചല്ലോ. എബ്രായ ലേഖനത്തിൽ നാം മോശയിലൂടെ തന്റെ ജീവിതാനുഭവത്തിലൂടെയുള്ള ആ ഒരു ആഴമേറിയ ഒരു സന്ദേശം ഇന്ന് പകൽ ദൈവം നമ്മെ കേൾപ്പിച്ചു. നാം എന്തിനാണ് മുൻഗണന കൊടുക്കേണ്ടത്? നമ്മുടെ കാഴ്ചപ്പാട് മാറേണ്ടതായിട്ടുണ്ട്. നാം വിശ്വാസത്തിന് വേണ്ടി ത്യജിക്കുവാൻ നാം തയ്യാറാകണം. അതിനായി കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കാം. നമുക്ക് പ്രാർത്ഥനയോടെ ആശീർവാദത്തോടെ പിരിയാം. കർത്താവിന്റെ ദാസൻ ഫിലിപ്പ് ബ്രാബാസ് മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദത്തോടെ നമുക്ക് പിരിയാം. ദൈവത്തിന് ബോധം ഉണ്ടാകട്ടെ. ഈ മാസയോഗത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരും കടന്നു വരുവാനും നമുക്ക് ഒരുമിച്ച് ദൈവത്തെ പാടി സ്തുതിച്ച് ദൈവത്തെ ആരാധിപ്പാനും അനേകമായ സാക്ഷ്യങ്ങളും ദൈവദാസന്മാരുള്ളതായ പ്രവർത്തനങ്ങളൊക്കെ പറ്റി എല്ലാം അറിയുവാൻ വേണ്ടിയായി സങ്കീർത്തനത്തിലൂടെ വളരെ മനോഹരമായ ദൈവവചന ശുശ്രൂഷകർത്താനദാസൻ ആക്ഷേപാഷണം അവതരിപ്പിച്ചു. തമിഴിൽ നിന്നും ഈ നാളിൽ നമുക്ക് ആവശ്യമായ വളരെ മനോഹരമായ ദൈവജന